സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഇതുപോലെ കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്പോഞ്ച് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനായിട്ട് പറ്റും, അതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബ്രഷൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പാട് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് പീസിന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ യെല്ലോ കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലായിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ 1 സെൻറ്റിമീറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വിഡ്ത്താണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിന് സൈഡിലായിട്ട് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് പുറമേ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള 2 വശത്തുകൂടി ആ ഒരു ഫോം ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരമായിട്ട് കളർ പേപ്പർ എടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ കുറച്ച് സർക്കിൾസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആകെ 6 ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 സർക്കിൾസാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പെറ്റൽസ് ഒക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പീസും ഇതുപോലെ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പെറ്റൽസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിലായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം 2 സൈഡിലും 3 ഫ്ലവേഴ്സ് വെച്ചാണ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
പിന്നെ ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുക, എന്നിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ അതുകൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒന്നുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി ആ കാർഡ്ബോർഡ് പീസിൻ്റെ 4 സൈഡിലും നമ്മൾ 3 ബീഡ്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഇത്രയും കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് തോന്നി, അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുകൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.